പഠിക്കാൻ മോഹമുണ്ടായിരുന്നിട്ടും പഠിക്കാൻ കഴിയാതെ പോകുന്ന ധാരാളം പേർ നമുക്കിടയിൽ ഉണ്ടാകാം. എന്നാൽ പഠിക്കാൻ മോഹമുണ്ടായിരുന്നിട്ടും അധ്യാപകരുടെ കുതികാൽ വെട്ട് കാരണം ജീവൻ എടുക്കേണ്ട അവസ്ഥയെ നേരിടുന്നവർ കുറവായിരിക്കും. മലപ്പുറത്ത് ഒരു നിസ്ലയുടെ കഥ കേട്ടാൽ ആരും ഒന്ന് നടുങ്ങും, ചിലരെങ്കിലും കണ്ണീർ വാർക്കും. 10ാം ക്ലാസ്സിലേക്കുള്ള പാഠപുസ്തകങ്ങൾ കടം വാങ്ങി പഠിക്കാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിക്ക് അപ്രതീക്ഷിത തോൽവിയുണ്ടാവുകയും അവൾ ജീവൻ എടുക്കുകയും ചെയ്തിരിക്കുന്നു. കുട്ടിയെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് രക്ഷകർത്താക്കളും സഹപാഠികളും പറയുന്നു. പ്രധാന അധ്യാപികയും മറ്റ് അധ്യാപികമാരും ചേർന്ന് 9ാം ക്ലാസ്സിൽ തോൽപ്പിക്കുന്നത് ഇത് 2ാം തവണയാണെന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഒരു നിർധന കുടുംബത്തിന്റെ ഉയർന്ന ജീവിത പ്രതീക്ഷകളെ തച്ചുടച്ച മലപ്പുറത്തെ കാട്ടുനീതിക്കെതിരെ ഒരു വിദ്യാർത്ഥി സംഘടനയും ഇതുവരെ രംഗത്തെത്തിയതുമില്ല. അല്ലെങ്കിൽ തന്നെ പണവും പ്രതാപവും ഇല്ലാത്തവന് എന്തിന് നല്ല പഠിപ്പെന്ന നാശം ചിന്ത കേരളത്തിൽ തലപൊക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആവുകയും ചെയ്തിരിക്കുന്നു. വിറ്റ്നസ് വിചാരണ ചെയ്യുന്നു. 10ാം തരം മറികടക്കാൻ മലമറിക്കുന്ന അധ്യാപകർ വിചാരണയിലേക്ക്. മലപ്പുറം അരീക്കോട് ഓറിയന്റൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നിസ്ലയുടെ ആത്മഹത്യയാണ് ഒരു നാടിനെ തന്നെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നത്. ഒപ്പം നിസ്ലയെ 9ാം ക്ലാസ്സിൽ 2ാം തവണയും തോൽപ്പിച്ച അധ്യാപകർക്കെതിരെ വെറുപ്പും ഇവിടെ പുകയുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ 100% വിജയം ലക്ഷ്യം വെച്ചാണ് സ്കൂൾ അധികൃതർ നിസ്ലയെ തോൽപ്പിച്ചതെന്ന പകൽ പോലെ വ്യക്തം. എന്നാൽ നിസ്ലയാകട്ടെ 9ാം ക്ലാസ് ജയിക്കുമെന്ന ഉറച്ച വിശ്വാസം പുലർത്തിയിരുന്നു. 9ാം ക്ലാസ്സിലെ ആദ്യ പരാജയം തന്നെ നിസ്ലയെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. 2ാം വർഷവും അതേ ക്ലാസ്സിൽ നിസ്ല നന്നായി പഠിക്കുകയും ചെയ്തു. ജയിക്കുമെന്ന് ഉറപ്പിച്ചു. വേനലവധിക്കാലത്ത് അടുത്ത വീട്ടിലെ സുഹൃത്തിൽ നിന്ന് നിസ്ല 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വാങ്ങി ട്യൂഷന് പോയി തുടങ്ങിയിരുന്നു. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുമെന്ന ദൃഢനിശ്ചയം നിസ്ലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോഴാകട്ടെ നിസ്ല ആകെ തളർന്നു. തോറ്റ വിവരം അറിഞ്ഞ് അവൾ അധ്യാപകരുടെ കാല് പിടിച്ച് കരഞ്ഞു. ജയിപ്പിക്കണമെന്ന കെഞ്ചി. മറുപടിയായി ആ കുട്ടിക്ക് ലഭിച്ചതാകട്ടെ കടുത്ത അധിക്ഷേപങ്ങളും കുത്തുവാക്കുകളും. അതോടെ നിസ്ല തകർന്നുപോയെന്ന് കൂട്ടുകാർ ഓർത്തു പറയുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ നിസ്ല 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾക്ക് മുകളിൽ ചവിട്ടിയാണ് കഴുത്തിലുള്ള കുരുക്കു മുറുക്കിയത്. നിർധന കുടുംബത്തിലെ നിസ്ല എന്ന പെൺകുട്ടിയുടെ പഠിക്കണമെന്ന മോഹത്തെ തച്ചു തകർത്തു കളഞ്ഞ അരീക്കോട് ഓറിയന്റൽ സ്കൂൾ ഇനി എത്ര തവണ 10ാം തരത്തിൽ 100% വിജയം കൊയ്താലും ഈ ആത്മഹത്യയുടെ പാപക്കറ കഴുകിക്കളയാനാകില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു.